ഹായ് ഡിയേഴ്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കുർത്തി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ്. അതിനായിട്ട് പ്ലെയിൻ മെറ്റീരിയൽ ബ്ലാക്ക് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അജ്രക്കും എടുത്തിട്ടുണ്ട്. പ്ലെയിൻ മെറ്റീരിയൽ സ്ലീവിന് നമുക്ക് വേണ്ട ആവശ്യമില്ല. സ്ലീവ് നമ്മൾ അജ്രക്കിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലെങ്ത് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ തുണിയായിട്ട് വാങ്ങുന്നെങ്കിൽ അങ്ങനെ വാങ്ങാം. ഇതിപ്പോൾ രണ്ടും ഞാൻ 90 പീസ് ആയതുകൊണ്ട് എനിക്ക് 3 മീറ്റർ വെച്ചുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ അതനുസരിച്ച് വാങ്ങണം. പിന്നെ ഈ അജ്രക്കിൻ്റെ മെറ്റീരിയൽ നമ്മൾ സ്ലീവിനുള്ളതും കുറച്ച് ക്രോസ് പീസും കൂടെ കട്ട് ചെയ്യാനുള്ളതുകൊണ്ട് ഒരു 3/4 മീറ്റർ നമുക്ക് മതിയാവും. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ഇത് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അജ്രക്ക് നമുക്ക് മാറ്റി വെക്കാം. പ്ലെയിൻ മെറ്റീരിയൽ ഇട്ടാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ആരും കോൾ ചെയ്യരുത്. നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നീളത്തിൽ മടക്കിയിട്ട് കൊടുക്കണം. പിന്നെ ഇതുപോലെ വീതിയിൽ നമുക്ക് മടക്കിയിട്ട് കൊടുക്കാം. ഇതേപോലെ ഫോൾഡ് ചെയ്ത വശം മുകളിൽ വരുന്ന രീതിയിൽ ഞാൻ ഇതുപോലെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത് എടുത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിന് സ്ലീവ് വേണ്ടാത്തത് കൊണ്ട് എനിക്ക് കിട്ടുന്ന മാക്സിമം ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് ഞാൻ അങ്ങ് എടുക്കുകയാണ്. എനിക്ക് 45 ആണ് ലെങ്ത്ത്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 47 ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാനിവിടെ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് എത്രയാണോ നമ്മുടെ കറക്റ്റ് അളവ് അത് ജസ്റ്റ് നിങ്ങളിവിടെ മാർക്ക് ചെയ്താൽ മാത്രം മതി. ഇതിപ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ബിഗിനേഴ്സിനും കൂടെ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നെക്ക് 3.5, ഷോൾഡർ 3.5, അങ്ങനെ ടോട്ടൽ 7 ഇഞ്ച് എടുത്തു. ആം ഹോൾ 7.5 മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്കിവിടുത്തെ ചെസ്റ്റ് വണ്ണം നോക്കാം. 10.5 വേണ്ടത്. 2 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 12.5 നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ നമുക്കൊരു 1.25, 1.5 ഒക്കെ കൊടുത്തിട്ട് ഇതുപോലെ കറക്റ്റ് ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് എടുക്കുക. ഇവിടെ ടച്ച് ചെയ്തിട്ട് ഇതേ ടച്ച് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ 10.5 എവിടെ ആണോ ആ ഭാഗത്തേക്ക് വേണം മുട്ടിച്ച് ഇതുപോലെ വരച്ചെടുക്കാനായിട്ട്. ഇനി ഷേപ്പ് ലെങ്ത്ത് നമുക്ക് 13.5, 14 മാർക്ക് ചെയ്യാം. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് നമുക്ക് 20 മാർക്ക് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. വണ്ണം ഇടഭാഗത്തേത് 9 ആണ്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 11 എടുത്തു. ഈ ഭാഗത്തേത് 11.5 ഇവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 12.5 ഞാൻ മാർക്ക് ചെയ്തു. കണ്ടോ? ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ മുകളിൽ നമ്മൾ ഈ ഭാഗത്ത് 12.5 തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് 12.5 കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി 13.5. അതാണ് നമ്മുടെ ഏറ്റവും വിരിവ്, ഈ ഭാഗത്തെ ബോട്ടത്തിൻ്റെ വിരിവ് വരുന്നത്. അപ്പോൾ 13.5 നമ്മൾ മാർക്ക് ചെയ്തു. ഇനി മുകളിൽ നിന്ന് ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്കിത് മാർക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മാർക്കിങ് കഴിഞ്ഞു. ഇത് ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തു. മിച്ചം വന്ന പീസ് നമുക്കിതിന് ആവശ്യമില്ല, അത് നമുക്ക് മാറ്റാം. പിന്നെ നിങ്ങൾക്ക് ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ, ചിലർക്ക് ഇഷ്ടമല്ല ലൈനിങ്, അങ്ങനെയുള്ളവർക്ക് വെക്കണ്ട. അല്ലാത്തവർ ചിലർ പറയുന്നത് കേൾക്കാം ലൈനിങ് വെച്ചാണ് ഇഷ്ടം, ചിലർക്ക് ലൈനിങ് ഇല്ലാതാണ് ഇഷ്ടം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ പറയുന്നത് ലൈനിങ് വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഈ പീസ് നമുക്ക് നെക്കിനായിട്ട് യൂസ് ചെയ്യണം കേട്ടോ, അത് വെച്ചേക്കണം. അപ്പോൾ ലൈനിങ് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ തുണി ഈട് നിൽക്കാൻ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ കുഴിച്ചെടുക്കണം. ബാക്ക് സൈഡ് മാറ്റിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് പീസ് നമുക്ക് 1/2 ഇഞ്ച് കുഴിച്ചെടുക്കാം. ഇതേപോലെ 1/2 ഇഞ്ച് നമ്മൾ കുഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് സൈഡ് അറിയാനായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലൈനിങ് നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗത്തിൻ്റെ എല്ലാം കട്ടിങ് കഴിഞ്ഞു. ഇനി അടുത്തത് സ്ലീവാണ് കേട്ടോ. സ്ലീവിൻ്റേത് ഞാൻ ഈ തുണിയുടെ ഏറ്റവും എൻഡ് ഭാഗം ഇതേപോലെ നടുക്കൂടെ മടക്കി 4 എടുത്തതാണ്. ബാക്കി പീസ് കളയണ്ട. കണ്ടോ? ഇതുപോലെ വീതിയിലൊന്ന് മടക്കി പിന്നെന്താ ഇതേപോലെ നമ്മൾ ഒന്നുകൂടെ മടക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ സ്ലീവായിട്ട് വെച്ച് കൊടുക്കുന്നത്. ലെങ്ത്ത് നമുക്ക് ടോട്ടൽ എത്രയാണോ കിട്ടുന്നത് അത് നമ്മൾ അങ്ങ് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് താഴേക്ക് നമുക്ക് 8.5 മാർക്ക് ചെയ്യാം. ഇവിടുന്ന് 3.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യാം. സ്ട്രെയിറ്റ് മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ച് കയറി ചെയ്തു. ഇനി നമുക്കിതിനുള്ള തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്ലീവ് നമ്മളെപ്പോഴും കട്ട് ചെയ്യുന്ന പോലെ തന്നെ, സാധാരണ പോലെ തന്നെയാണ് ഇതിൻ്റെ കട്ടിങ്. ഇനി മിഡിൽ പോയിൻ്റ് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഫ്രണ്ട് സൈഡ് 2 പീസ് പിടിച്ചിട്ട് കുഴിച്ച് നമുക്ക് കട്ട് ചെയ്യാം.
എന്നിട്ട് ഫ്രണ്ട് സൈഡ് അറിയാനായിട്ട് നമ്മൾ മാർക്കിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഇത് ഫോൾഡ് ചെയ്ത വശമാണ്. ഇപ്പോൾ ഇവിടവും കൂടെ നമുക്കൊന്ന് വിടുവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്ലീവ് റെഡിയായി. പിന്നീട് നമുക്ക് ക്രോസ് പീസ് വേണം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് തുണി ഇല്ല എന്നുണ്ടെങ്കിൽ ഉള്ള തുണി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസ് വെച്ചിട്ട് യോജിപ്പിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പം എനിക്ക് യോജിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത്രയും പീസ് എന്തായാലും ഉണ്ട്, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുകയാണ്. ആദ്യം ഞാൻ ചെറിയതായിട്ടാണ് കട്ട് ചെയ്ത് ക്രോസ് പീസ്. പിന്നെ എനിക്ക് തോന്നി അങ്ങനെ ചെയ്താൽ കൊള്ളത്തില്ലായിരിക്കും, കുറച്ച് വീതി ഉള്ളതാണ് നല്ലത്. നമുക്ക് അങ്കരക്ക മോഡൽ പോലെ ഒരു ഡിസൈനാണ് നമ്മൾ ഈ ക്രോസ് പീസ് വെച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2.5 ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് ആണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും നീളത്തിൽ എടുക്കാനില്ലെങ്കിൽ ചേർത്ത് പിടിപ്പിച്ചെടുത്താൽ മതി. ഇപ്പം എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒറ്റ പീസായിട്ട് അങ്ങ് എടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നെക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ക്യാൻവാസ് വെച്ച് നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനുള്ളത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അളവ് നമുക്ക് നോക്കാം. 3.5 ഇഞ്ച് അകലവും ഇറക്കം നമ്മൾ 6 ഇഞ്ച് ആണെങ്കിൽ 1/2 ഇഞ്ച് കൂട്ടിയേ വേണം എപ്പോഴും വി നെക്കിൻ്റെ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ 1/2 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ ഷോൾഡറിൻ്റെ 1/2 ഇഞ്ച് കൂട്ടി 7 ഇഞ്ച്. മനസ്സിലായോ? 6 ഇപ്പം നെക്കെങ്കിൽ 1/2 ഇഞ്ച് കൊടുത്ത് 6.5, പിന്നെ ഷോൾഡറിൻ്റെ 1/2 ഇഞ്ച് കൂടെ നമ്മളിതിൽ ആഡ് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് എടുക്കുക. ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് വി ഷേപ്പാണ് മിക്കവരും നെക്കിന് കൊടുക്കുന്നത്. പക്ഷേ അത് ഭയങ്കര ബോറാണ്. നമുക്ക് ആർക്കും അത് അത്ര ചേരത്തില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് മിക്കവർക്കും കണ്ടിട്ട്. പിന്നെ അപൂർവം ചിലർക്ക് മാത്രമേ ഉള്ളൂ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ഇതുപോലെ ഇങ്ങനെ വൈഡാക്കി നെക്ക് എപ്പോഴും കൊടുക്കുന്നതാണ് ഭംഗി. ഇതിങ്ങനെ നമ്മൾ ക്രോസ് പീസ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും നെക്കിൻ്റെ അരികു വശത്തായിട്ട്. ഇനി കറക്റ്റ് നമുക്ക് 1 ഇഞ്ച് വീതിയിൽ ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത അതേ അളവിൽ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ അതാ ഇവിടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഇതുപോലെ കിട്ടുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇണങ്ങും. ഇനി ബാക്ക് നെക്കാണ്. 3.5 ഇഞ്ച് അകലവും 4.5 ഇഞ്ച് ഇറക്കമാണ്. 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെയും കൂടെ കൂട്ടി 5 ഇഞ്ച് ഇറക്കാം. അപ്പോൾ അതുകൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ക്രോസ് പീസ് നമ്മൾ 2.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. സ്ലീവും കട്ട് ചെയ്തു. നമ്മുടെ ടോപ്പിൻ്റെ മെറ്റീരിയലും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ ഫോണിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. പിന്നെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വാട്സപ്പിൽ വന്നാൽ മാത്രമേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തരാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം പല വിലയുടെ പല പേരിലുള്ള നീളത്തിലുള്ള മെറ്റീരിയൽസാണ് ഉള്ളത്. പിന്നെ ചിലർ പറയും നൈറ്റി മെറ്റീരിയലല്ലേ ഇതുകൊണ്ടൊക്കെ ടോപ്പ് തയ്ക്കാനായിട്ടൊരു നാണക്കേട് പോലെ തോന്നും. അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് ശരിക്കും ഒരു തുണിയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. നൈറ്റിയുടെ തുണിയാണെന്നൊന്നും വിചാരിക്കേണ്ട. നല്ല ക്വാളിറ്റി ഉള്ള, അതായത് നമ്മൾ 1 മീറ്ററിന് വാങ്ങുമ്പോൾ പുറത്ത് റോൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ 140 രൂപ 180 രൂപയൊക്കെയാണ്. പക്ഷേ അതേസമയം ഇത് നമുക്ക് 3 മീറ്റർ എടുത്താൽ തന്നെ 169 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ലതാണ്. നമുക്ക് തയ്ക്കാൻ അറിയാവുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും നല്ല മെറ്റീരിയലാണ്. നല്ല ഡിസൈൻസിലുള്ള മെറ്റീരിയൽസ് നമുക്ക് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ സ്വന്തമായിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഈ മോഡൽ ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. വീഡിയോ കട്ടിങ് കാണുന്നുണ്ടെങ്കിൽ തന്നെ ചാടിക്കറി ചെയ്യരുത്. കാരണം നമുക്ക് സെക്കൻഡ് പാർട്ട് ചിലപ്പോൾ എന്തെങ്കിലും കാരണത്താൽ നമുക്ക് ഇടാൻ പറ്റാതെ പോയാൽ വെയിറ്റ് ചെയ്യുന്നവർക്ക് നമുക്ക് അതൊരു നിരാശ ഉണ്ടാവും. അതുകൊണ്ടാണ് 2 പാർട്ട് വന്നിട്ട് മാത്രമേ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാവുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു, ബൈ.